STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടത് രാഷ്ട്രീയത്തെ കടന്നാക്രമിച്ചും തെരഞ്ഞെടുപ്പ് നിലപാടുകൾ പ്രഖ്യാപിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പൊതുയുഗയാത്രയ്ക്ക് നെല്ലറയിൽ പരിസമാപ്തി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയും CPM അനുഭാവിയുമായ സുരേഷിനെ വേദിയിലെത്തിച്ചത് അണികളിൽ ആവേശമായി. ശബരിമല കൊള്ളയുടെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും പിണറായി വിജയന് കീഴിലായതുകൊണ്ടാണ് പ്രതികൾ പുറത്തിറങ്ങിയതെന്ന് K. മുരളീധരൻ. പോറ്റിയെ സ്പോൺസറാക്കി കൊള്ള ആരംഭിച്ചത് പിണറായിയുടെ കാലത്താണെന്നും മുരളീധരൻ. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും VD സതീശൻ. ഓൺലൈൻ ചീറ്റിംഗിലൂടെ ഷൊർണൂർ സ്വദേശിയുടെ 11 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ തീപിടുത്തം. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി. വാർത്തകൾ വിശദമായി. ഇടത് രാഷ്ട്രീയത്തെ കടന്നാക്രമിച്ചും തെരഞ്ഞെടുപ്പ് നിലപാടുകൾ പ്രഖ്യാപിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച പൊതുയുഗയാത്രയ്ക്ക് നെല്ലറയിൽ പരിസമാപ്തി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയും CPM അനുഭാവിയുമായി തുടരുന്ന A. സുരേഷിനെ വേദിയിലെത്തിച്ചത് അണികളിൽ ആവേശം വിതറി. ഇടതു മന്ത്രിമാരുൾപ്പെടെ CPM നേതാക്കൾ വർഗീയ പരാമർശം നടത്തി മതേതരത്വത്തെ തകർക്കാൻ ശ്രമം നടത്തിയതിനു ശേഷം മറ്റുള്ളവർക്കുമേൽ വർഗീയതയുടെ ചാപ്പകുത്താനുള്ള ശ്രമം വിലപ്പോവില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഇടതു സർക്കാർ തകർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്ത മേഖലകളെ സംരക്ഷിക്കാനും പുതുജീവൻ നൽകാൻ പദ്ധതികൾ UDF തയ്യാറാക്കി കഴിഞ്ഞു. പൂച്ച പെറ്റിക്കിടക്കുന്ന ഖജനാവിനെ കാവലിരിക്കലല്ല, നികുതി ചോർച്ച തടഞ്ഞ് ഖജനാവ് നിറയ്ക്കുകയാണ് ലക്ഷ്യം. ബാറുകളുടെയും മദ്യമുതലാളിമാരുടെയും മാത്രമാണ് ഈ സർക്കാർ പ്രതിബദ്ധത കാണിച്ചിട്ടുള്ളത്. UDFിൽ ആരെങ്കിലും വർഗീയ പരാമർശം നടത്തിയാൽ ചെവിക്ക് പിടിച്ച് പുറത്താക്കുമെന്നും VD സതീശൻ പറഞ്ഞു. കേരള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ മുന്നണിയും ഇതുവരെ ചെയ്യാത്ത തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമ്മുടെ UDF വരുന്നത്. ആത്മവിശ്വാസത്തോടെ, മികച്ച ധനകാര്യ മാനേജ്മെന്റിലൂടെ, തന്ത്രപൂർവമായ നികുതി പരിഷ്കരണങ്ങളിലൂടെ ഖജനാവിന്റെ ചോർച്ചയടച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് നമ്മൾ പൂച്ച പെറ്റുകിടക്കുന്ന ഈ ഖജനാവിൽ പണം കൊണ്ട് നിറയ്ക്കും. അതാണ് ഒരു സർക്കാരിന്റെ ജോലി. ഖജനാവ് നിറയ്ക്കണം. ഖജനാവ് നിറഞ്ഞാൽ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും കർഷകനെയും എല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റും, അവന്റെ കണ്ണീര് തുടയ്ക്കും, അവന്റെ ജീവിത നിലവാരം ഉയർത്തും, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. പ്രഖ്യാപനവുമായിട്ടാണ് UDF വരുന്നത്. CPMനോട് വിട പറഞ്ഞ് വേദിയിലെത്തിയ സുരേഷിന്റെ കരങ്ങൾ ഉയർത്തിയും ഷാളണിയിച്ചും VD സതീശൻ സ്വീകരിച്ചത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ ആവേശം വിതറി. VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ച പാർട്ടി തനിക്കും ക്യാപിറ്റൽ പണിഷ്മെന്റാണ് നൽകിയത്. 100 തവണ അപ്പീൽ നൽകിയാലും പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നില്ലെന്ന ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് മനസമാധാനമായി ഉറങ്ങിയത്. ഇന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ സ്നേഹിക്കുന്നവരുമാണ്. ഇതിൽ പാർട്ടിയെ സ്നേഹിക്കുന്നവർ അസംതൃപ്തരാണ്. ഇന്ന് ജനപക്ഷ ഇടതുപക്ഷ സമീപനം സ്വീകരിക്കുന്നത് UDF ആണ്. തെരഞ്ഞെടുപ്പിൽ UDF പ്രചരണത്തിനൊപ്പം ഉണ്ടാകും. മലമ്പുഴയിൽ മത്സരിക്കുന്ന കാര്യം UDF തീരുമാനിക്കുമെന്നും സുരേഷ് പറഞ്ഞു. CPM പാർട്ടിയുമായി ആത്മബന്ധം പുലർത്തുന്നവർ പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഭരണവും പ്രത്യയശാസ്ത്രവും എന്ന നിലയിൽ CPM വേർപിരിഞ്ഞു. അധികാരത്തോട് കൂറ് പുലർത്തുന്നവരാണ് ഇന്ന് പാർട്ടിയെ നയിക്കുന്നത്. യഥാർത്ഥ പാർട്ടിക്കാർ പാർട്ടി നയങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ മറ്റുള്ളവർ പണത്തിനും അധികാരത്തിനും വേണ്ടി നിലകൊള്ളുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ചികിത്സാ പിഴവ് മൂലം കൈനഷ്ടപ്പെട്ട പല്ലശ്ശന ഒഴുവാറ സ്വദേശിനി വിനോദിനിക്ക് കൃത്രിമ കൈ നൽകുന്നതിന് പിന്നാലെ വീട് വയ്ക്കാനുള്ള സ്ഥലത്തിൻ്റെ ആധാരവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ വെച്ച് കൈമാറി. സ്വന്തമായി വീടും സ്ഥലവും ഇല്ലായിരുന്ന വിനോദിനിയുടെ കുടുംബത്തിന് 5 സെന്റാണ് കോൺഗ്രസ് അനുകൂല സംഘടനയായ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ്റെ സഹായത്തോടെ ഭൂമി വാങ്ങിയത്. മുൻ MLA K. അച്യുതൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയാണ് സ്വീകരണവേദിയായ തത്തമംഗലത്ത് എത്തിയത്. രാത്രിയോടെയായിരുന്നു പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലങ്ങളുടെ സ്വീകരണ പരിപാടി നടന്നത്. വൈകുന്നേരത്തോടെ ആയിരങ്ങളാണ് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഒരുക്കിയ സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. K. മുരളീധരൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വീകരണ പരിപാടിയിൽ UDF നേതാക്കളായ ബെന്നി ബെഹനാൻ MP, VK ശ്രീകണ്ഠൻ MP, തോമസ് ഉണ്ണിയാടൻ, പ്രൊഫസർ KA തുളസി, അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA, P. ബാലഗോപാലൻ, സന്ദീപ് വാര്യർ, ഷാനിമോൾ ഉസ്മാൻ, B. അബ്ദുൽ ലത്തീഫ്, മരക്കാർ മാരായമംഗലം, സുമേഷ് അച്യുതൻ, VS വിജയരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും പിണറായി വിജയന് കീഴിലായതുകൊണ്ടാണ് പ്രതികൾ പുറത്തിറങ്ങിയതെന്ന് K. മുരളീധരൻ. പോറ്റിയെ സ്പോൺസറാക്കി കൊള്ള ആരംഭിച്ചത് പിണറായിയുടെ കാലത്താണെന്നും പാലക്കാട് ജില്ലയിലെ പര്യടനം പൂർത്തീകരിച്ച പൊതുയുഗയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത K. മുരളീധരൻ പറഞ്ഞു.
അയ്യപ്പ സംഘവുമായി ദേവസ്വം ബോർഡ് നടത്തിയത് കുറ്റസമ്മതമാണ്. സ്വർണ്ണക്കൊള്ളയിലെ കള്ളന്മാർ പുറത്തിറങ്ങിയതോടെ ഇനി കേസ് തെളിയില്ല. നിയമപരമായി ശിക്ഷ കിട്ടിയില്ലെങ്കിലും സ്വർണ്ണക്കൊള്ളയിലെയും അയ്യപ്പ സംഘത്തിനെയും കള്ളന്മാരെ അയ്യപ്പൻ വെറുതെ വിടില്ല. ശബരിമലയിലെ യുവതി പ്രവേശത്തെ അംഗീകരിച്ച സർക്കാർ CPM-ഉം ഇപ്പോൾ മലക്കം മറിയുന്നത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടാണെന്നും മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൺലൈൻ ചീറ്റിംഗിലൂടെ ഷൊർണൂർ സ്വദേശിയുടെ 11 ലക്ഷത്തോളം രൂപ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. താനൂരിൽ താമസിച്ചു വരുന്ന മച്ചിങ്ങലത്ത് മുഹമ്മദ് തഹ്സീൻ എന്ന 23 വയസ്സുകാരനാണ് പോലീസിന്റെ പിടിയിലായത്. 1 ലക്ഷം രൂപ ഈ പ്രതി തന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു വരുത്തി വിഡ്രോ ചെയ്തെടുത്താണ് പ്രതിയുടെ കേസിലെ പങ്ക്. ഈ കേസിൽ നേരത്തെ കാറമണ്ണ സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രണ്ടാമനായ ഇയാളെ ഇന്നലെ താനൂരിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇൻസ്പെക്ടർ വി രവികുമാർ, ASI രവി, GSCPO സജീഷ്, CPO അരുൺ എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ തീപിടുത്തം. നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കെയാണ് അടിയിൽ നിന്ന് തീ ഉയർന്നത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ബസ്സിലെ യാത്രക്കാരെ വാതിൽ തകർത്ത് പുറത്തിറക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി. പഞ്ചാബ് നാഷണൽ ബാങ്കിന് സമീപത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാർ അവസരോചിതമായി ഇടപെട്ടു പമ്പിലെ അഗ്നിശമന ഉപാധി ഉപയോഗിച്ച് തീ കെടുത്തുകയായിരുന്നു. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ SPC കൂടുതൽ മുന്നോട്ട് പോവുകയാണെന്നും കുട്ടികളുടെ നേട്ടങ്ങൾക്ക് ഈ പദ്ധതി വളരെ ഉപകാരപ്രദമാണെന്നും മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. വാടാനംകുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2024-26 SPC ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് സല്യൂട്ട് സ്വീകരിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. 84 വിദ്യാർത്ഥികൾ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തു. വാരണാസി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി 2024-26 വർഷത്തെ ബാച്ചിൽ 84 SPC കേഡറ്റുകളാണ് പങ്കാളികളായത്. SPCയുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുഹമ്മദ് മുഹസിൻ MLA സല്യൂട്ട് സ്വീകരിച്ചു. സെക്കൻഡിൽ കുമാരി ഷാഹിനെയുമാണ് ഇപ്പോൾ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ SPC കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും കുട്ടികളുടെ നേട്ടങ്ങൾക്ക് ഈ പദ്ധതി വളരെയേറെ ഉപകാരപ്രദമാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. നിങ്ങൾ ഇതിലേക്ക് മുന്നോട്ട് വന്നപ്പോൾ കരുത്തായി നിന്ന് സപ്പോർട്ടായിട്ട് നിന്ന രക്ഷിതാക്കളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. അവരൊക്കെ വലിയ പിന്തുണ വന്നിട്ടുണ്ട്. അവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നന്നായി ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എന്തായിരുന്നാലും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള മാർച്ച് പാസ്റ്റ് ആണ് ഇവിടെ നടന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന കേരളത്തിന്റെ അഭിമാന പദ്ധതി ഇനിയും മുന്നോട്ട് പോകട്ടെ. ആ പദ്ധതി കൂടുതൽ അഭിമാനകരമാകുന്നത് നിങ്ങളുടെ പ്രവർത്തനം, വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ നേട്ടങ്ങളും ഒക്കെ അതിന് കാരണമാകുമെന്നതിന് സംശയമില്ല. ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ SHO രവികുമാർ, സ്കൂൾ പ്രധാനാധ്യാപിക ഗീത, പ്രിൻസിപ്പൽ ബീന, വാർഡ് മെമ്പർ ജുനൈദ്, PTA പ്രസിഡന്റ് രവീന്ദ്രൻ, CV സത്യജിത്ത്, SMC ചെയർമാൻ റഫീഖ്, ഡെപ്യൂട്ടി HM ബിന്ദു, സ്റ്റാഫ് സെക്രട്ടറി അനിൽകുമാർ, മീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ CI രവികുമാർ കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ രക്ഷിതാക്കൾ, അധ്യാപകർ, മറ്റു വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് പദ്ധതികൾ അവതരിപ്പിച്ച വികസന സെമിനാർ നടന്നു. കോങ്ങാട് MLA അഡ്വക്കേറ്റ് K ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാധാകൃഷ്ണൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ്,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK മനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഷീബ സുനിൽ, വാർഡ് മെമ്പർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജിദ B സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ P നന്ദിയും പറഞ്ഞു. ഏകദേശം 3.5 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് അംഗീകരിച്ചത്. ഉൽപാദന മേഖലയ്ക്കും പ്രാദേശിക സമ്പദ് വ്യവസ്ഥാ വികസനത്തിനും ഊന്നൽ നൽകുന്നതാണ് പദ്ധതികൾ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കോങ്ങാട് ഹെൽത്ത് ബ്ലോക്കിലെ 198 ആശാമാർക്ക് വിവിധ ബാച്ചുകളിലായി 10th മോഡൽ പരിശീലന പരിപാടിക്ക് തുടക്കമായി. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ K ശൈല അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പറായ തുളസി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മൈനാവതി, കേരളശ്ശേരി മെമ്പർ വിലാസിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ്, MLSP ജിയ ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ CC മോൻ തോമസ് സ്വാഗതവും PRO സുധീന നന്ദിയും പറഞ്ഞു. പരിശീലന പരിപാടി 23 വരെ ഉണ്ടായിരിക്കുന്നതാണ്. മണ്ണൂർ, കേരളശ്ശേരി, കോങ്ങാട്, കരിമ്പ, മുണ്ടൂർ, പുതുപ്പരിയാരം, അകത്തേത്തറ, മലമ്പുഴ, മരുതറോഡ് എന്നീ 9 പഞ്ചായത്തുകളിലെ ആശമാർക്കാണ് പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയുള്ള പ്രൈഡ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷൊർണൂർ ബ്രാഞ്ചിൻ്റെ 2ാം വാർഷികം ആഘോഷിച്ചു. ഡിവിഷൻ ഹെഡ് സുരേഷ് ബാബു ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ ഹെഡ് സുരേഷ് ബാബു ഭദ്രദീപം കൊളുത്തി വിശദീകരണം നൽകി. കൊപ്പം BDO അനിൽകുമാർ, ഒറ്റപ്പാലം BDO രാജീവ്, മണ്ണാർക്കാട് BDO ബാലകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സീനിയർ ഫിനാൻഷ്യൽ അഡ്വൈസർ ഗോവിന്ദരാജ് നന്ദി പറഞ്ഞു. ദേശീയ ഗാനത്തോടെ യോഗം അവസാനിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആദരവുമായി 32ാം വാർഡ് കമ്മിറ്റി ആദര സദസ്സ് സംഘടിപ്പിച്ചു. അയ്യങ്കാളി നായർ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള 1ാം സ്ഥാനം കരസ്ഥമാക്കിയതിൻ്റെ ഭാഗമായാണ് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിച്ചത്. 32ാം വാർഡ് കൗൺസിലറും നഗരസഭാ ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് P നിർമ്മല ആദര സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ചെയർപേഴ്സൺ പൊന്നാടയണിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ആദരച്ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് പോൾ, അക്രഡിറ്റഡ് എഞ്ചിനീയർ ഗോവിന്ദമുരളി, മുൻ കൗൺസിലർമാരായ സുബ്രൻ, അജിത വിനോദ്, കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം ജയ്സിംഗ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നാട്ടുകാരുടെ വർഷങ്ങളോളമായുള്ള ചിരകാലാഭിലാഷമായ വാടനൂർച്ചിയിലെ പെരുവഴിത്തോടിന് കുറുകെ പാലം എന്ന സ്വപ്നം പൂവണിയുന്നു. പാലത്തിനായി 50 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. നിർമ്മാണത്തിന് മുന്നോടിയായി മുഹമ്മദ് മൂസിൻ MLA സ്ഥലം സന്ദർശിച്ചു. സ്ഥലത്ത് മണ്ണ് എടുത്ത് പരിശോധനയ്ക്കായി അയച്ചു. വാടനാകുറിശി പ്രദേശത്തുകാരുടെയും കുമ്പാരംകട്ടി പ്രദേശത്തുകാരുടെയും വർഷങ്ങളായുള്ള ചിരകാല സ്വപ്നമാണ് പെരുവഴിത്തോടിന് കുറുകെ ഒരു പാലം വേണമെന്നത്. ആ സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണിപ്പോൾ. വാടനാകുറിശി പ്രദേശത്തുള്ളവർക്ക് കുമ്പാരംകട്ടിയിലേക്ക് കടക്കാനും ആ പ്രദേശത്തുള്ളവർക്ക് വാടനാകുറിശി പ്രദേശത്തേക്ക് പോകാനും എളുപ്പമാർഗമായി ഏറെ ആശ്രയിച്ചു വരുന്നത് ഈ തോടിലൂടെ കാൽനടയാത്ര ചെയ്താണ്. ഈ പ്രശ്നത്തിനെല്ലാം ഒരു പരിഹാരമാവുകയാണിപ്പോൾ. പട്ടാമ്പി MLA മുഹമ്മദ് മൂസിന്റെ ശ്രമഫലമായി ബജറ്റിൽ 50 ലക്ഷം രൂപയാണ് തോടുപാലത്തിന് വകയിരുത്തിയിരിക്കുന്നത്. പാലം നിർമ്മാണത്തിന് മുന്നോടിയായി മുഹമ്മദ് മൂസിൻ MLA ജനപ്രതിനിധികളായ PP വിജയൻ, പ്രിയ പ്രശാന്ത്, K അശോകൻ, വിനീത, PK പ്രസന്ന, എഞ്ചിനീയർ ലിസി, സോമൻ, പ്രശാന്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തോട്ടിനുള്ളിൽ തന്നെ 2 തൂണുകൾ പാലത്തിനായി ഉണ്ടായിരിക്കും. മഴക്കാലത്തെ പാലം മുങ്ങി പോകാത്ത രീതിയിൽ നടുഭാഗം ഉയർത്തിയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥലത്തെ മണ്ണെടുത്ത് പരിശോധനയ്ക്കായി ഇതിനകം അയച്ചിട്ടുണ്ട്. ഇതിനുശേഷമേ മറ്റു തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. സാങ്കേതിക അനുമതി കൂടി കിട്ടിയാൽ പാലത്തിന്റെ സ്ട്രക്ചർ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് എഞ്ചിനീയർ ലിസി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ഭരണ നൈപുണ്യ ശിബിരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ പോയി എത്തിയ പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ നിന്നുള്ള BJP ജനപ്രതിനിധികളായ EP നന്ദകുമാർ, R മണികണ്ഠൻ എന്നിവർക്ക് ആദരം. ഒറ്റപ്പാലത്തുള്ള BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ ഓഫീസിൽ വെച്ച് പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. നമ്മുടെ ഒറ്റപ്പാലം, ഷൊർണൂർ നഗരസഭകളിലെ പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി നന്ദകുമാർ, അതേപോലെ തന്നെ OBC മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള ഒറ്റപ്പാലത്തെ മണികണ്ഠനും പോകാനുള്ള ഭാഗ്യം സൂചിച്ചു. അവർ തിരിച്ചെത്തി. അവിടുത്തെ സന്ദർശനങ്ങളും ശരിക്കും പറഞ്ഞ ഒരു സ്റ്റഡി ടൂർ. അതോടൊപ്പം തന്നെ നമ്മുടെ BJP പ്രവർത്തകരെ ഏറെ കാലം ആഗ്രഹിക്കുന്ന കാര്യമാണ് നരേന്ദ്രമോദിജിയോടൊപ്പം നിൽക്കുന്നത്. ആ ഭാഗ്യം കിട്ടിയവരെ അനുമോദിക്കുന്ന ചടങ്ങാണ്.
മേഖലാ ജനറൽ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി, എ സനൂപ്, കെ പി കൃഷ്ണകുമാർ, വെസ്റ്റ് ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത് എന്നിവർ പങ്കെടുത്തു. മുണ്ടായ അയ്യപ്പൻകാവ് പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരസന്ധ്യ സംഘടിപ്പിച്ചു. കഴിഞ്ഞ 3 വർഷമായി എല്ലാ 30 ശനിയാഴ്ചകളിലും ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്തുന്ന USCയിൽ സ്വകാര്യ സ്ഥാപന മേധാവിയും മുണ്ടായ സ്വദേശിയുമായ ചങ്ങനശ്ശേരി മഠത്തിൽ CN നടരാജൻ അയ്യർക്കാണ് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരമൊരുക്കിയത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് മംഗളം ശ്രീരാമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി മുരളീധരൻ സ്വാഗതം പറഞ്ഞു. CN നടരാജൻ അയ്യരും കുടുംബവും ഭദ്രദീപം കൊളുത്തി. കലാമണ്ഡലം ഭവദാസൻ നമ്പൂതിരിയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത്. രക്ഷാധികാരിയും 26-ാം വാർഡ് കൗൺസിലറുമായ കെ നാരായണൻ ഭാരവാഹികളും ചേർന്ന് ജാനകി നടരാജൻ ദമ്പതികളെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ പി മോഹനചന്ദ്രൻ, പെരുമനത്ത് മനക്കിൽ നാരായണൻ നമ്പൂതിരി, TD നാരായണ അയ്യർ, മാതൃസമിതി പ്രസിഡന്റ് പ്രേമ ബാലൻ, രക്ഷാധികാരി കെ നാരായണൻ, പി രാമൻകുട്ടി, ചന്ദനശ്ശേരി മഠം ഗംഗാധരൻ എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. ആദരവ് ഏറ്റുവാങ്ങിയ ദമ്പതികൾ എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി അറിയിച്ചു. നമുക്കൊരു ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രുതി സ്മൃതി പുരാണാനാം ആലയം. അതായത് നമ്മുടെ ഹിന്ദുയിസം പഠിക്കണമെങ്കിൽ ഏറ്റവും എലിജിബിൾ സോഴ്സ് ആയിട്ട് ശ്രുതി. എന്താണ് ശ്രുതി? വേദം. വേദത്തിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിന്ദുയിസത്തിനെ പറ്റി പഠിക്കേണ്ടത്. അത് പഠിക്കാൻ പറ്റാത്തവർക്ക് സ്മൃതി. സ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപനിഷത്ത്. വേദം പഠിക്കാത്തവർക്ക് ഉപനിഷത്തെങ്കിലും പഠിക്കാൻ പറ്റും. ഉപനിഷത്ത് ചെറുതായി മുറിച്ച് ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. കൂടാതെ 6 ലക്ഷം രൂപയുടെ വെള്ളിയിൽ നിർമ്മിച്ച പൂജാ ഉപകരണങ്ങൾ ക്ഷേത്രഭാരവാഹികൾക്ക് കൈമാറി. USA നിവാസിയും സുഹൃത്തുമായ മെക്സിമോയ്ക്ക് ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നന്ദി അറിയിച്ചു. തുടർന്ന് ലഘുഭക്ഷണവും ഉണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് അംഗം TR സന്തോഷ്, ക്ഷേത്ര മാനേജർ T പ്രസാദ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടത് രാഷ്ട്രീയത്തെ കടന്നാക്രമിച്ചും തെരഞ്ഞെടുപ്പ് നിലപാടുകൾ പ്രഖ്യാപിച്ചും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് നെല്ലറയിൽ പരിസമാപ്തി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയും CPM അനുഭാവിയുമായ സുരേഷിനെ വേദിയിലെത്തിച്ചത് അണികളിൽ ആവേശമായി. ശബരിമല കൊള്ളയുടെ അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിലാണെങ്കിലും പിണറായി വിജയന് കീഴിലായതുകൊണ്ടാണ് പ്രതികൾ പുറത്തിറങ്ങിയതെന്ന് K മുരളീധരൻ. പോറ്റിയെ സ്പോൺസറാക്കി കൊള്ള ആരംഭിച്ചത് പിണറായിയുടെ കാലത്താണെന്നും മുരളീധരൻ. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും VD സതീശൻ. ഓൺലൈൻ ചീറ്റിംഗിലൂടെ ഷൊർണൂർ സ്വദേശിയുടെ 11 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. ഒറ്റപ്പാലത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ തീപിടുത്തം. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി. ഈ വാർത്ത ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്ത വൈകുന്നേരം 6 മണിക്ക്. നന്ദി, നമസ്കാരം.